മക്കളെ SLC കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ 10ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിലെ ബ്ലോക്ക് പീരീഡ് ഗ്രൂപ്പ് കാണാം. ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബ്ലോക്ക് പീരീഡ് ഗ്രൂപ്പ് കാണാം. ബ്ലോക്ക് പീരീഡ് ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണാം. ഈ രണ്ട് സെക്ഷൻ ചർച്ച ചെയ്യാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബ്ലോക്ക് കാണാൻ പോവാം. ബ്ലോക്ക് കാണാൻ വളരെ സിമ്പിളാണ് ചങ്ങായിമാരെ. 4 ബ്ലോക്കാണുള്ളത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്കറിയാം എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അപ്പോൾ ഈ ബ്ലോക്ക് കാണാൻ വളരെ സിമ്പിൾ. എവിടെയാണോ അവസാന ഇലക്ട്രോൺ വന്നത് അതാണ് ബ്ലോക്ക്. എവിടെയാണോ അവസാന ഇലക്ട്രോൺ വന്നത് അതാണ് ബ്ലോക്ക്. ഉദാഹരണമായിട്ട് നമുക്ക് ഇലക്ട്രോൺ വിന്യാസത്തിൽ ഇട്ടോ നോക്കിട്ടോ. ഉദാഹരണമായിട്ട് 3s2 3p5 ആണ് കുട്ടികൾ. ഇത് കണ്ടാലറിയാം അവസാന ഇലക്ട്രോൺ വന്നിട്ടുണ്ട് പി സബ്ഷെല്ലാണ് അല്ലേ. അപ്പോൾ അവസാന ഇലക്ട്രോൺ പിയിലാണ് അവസാനിച്ചതെങ്കിൽ അത് പി ബ്ലോക്ക്. ഓക്കെ, പൊറാട്ടൻ്റെ പി ട്ടോ, പി ബ്ലോക്ക്. ഓക്കെ, പക്ഷേ എൻ്റെ മക്കളത് 3p6 4s1 ഇങ്ങനെയാണ് ഒരാളെ ഇലക്ട്രോൺ വിന്യാസം അവസാന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻ്റെ ചെയ്ത് കൂട്ടിയുള്ളൂ. ഇവിടെ അവസാന ഇലക്ട്രോൺ വന്നിട്ടുണ്ട് 4sലാണ്. അങ്ങനെ 4sലാണ് അവസാന ഇലക്ട്രോൺ വന്നതെങ്കിൽ അത് പക്ഷേ എസ് ബ്ലോക്ക്. അപ്പോൾ എസ്സിൽ അവസാനിച്ചാൽ എസ് ബ്ലോക്ക്. ഇവിടെ ചെറിയൊരു പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് നോക്കിട്ടോ. 3d5 4s2. ഓക്കെ, 3d5 4s2 ഇത് കാണുമ്പോൾ പാവപ്പെട്ട കുട്ടികൾ വിചാരിക്കും, പാവപ്പെട്ട കുട്ടികൾ തുടങ്ങുന്ന കുട്ടികൾ വിചാരിക്കും പക്ഷേ ഇത് എസ് ബ്ലോക്ക് അല്ലേ എന്ന്. അല്ലട്ടോ, ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ മനസ്സിലാകും. ഇപ്പോൾ ഈ ഒരു ചെങ്ങായിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ തൽക്കുന്ന എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 അല്ലെങ്കിൽ 3p6 ഓക്കെ 4s2 3d5 എന്നാ. അതായത് അവസാനം എഴുതിയത് 4s ആണെങ്കിലും അവസാന ഇലക്ട്രോൺ വന്നിട്ടുണ്ട് എവിടെയൊക്കെയാണ് 3dക്കാണ്. അപ്പോൾ ഇത് ഏതാ ബ്ലോക്ക് ഏതാ? ഡി ബ്ലോക്ക്. അവസാന ഇലക്ട്രോൺ എവിടെ വരുന്നു അതിനനുസരിച്ച് നമ്മൾ ബ്ലോക്ക് നോക്കുക. അപ്പോൾ പക്ഷേ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, ചെറിയൊരു സൂത്രം പറഞ്ഞുതരാം. പിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് പി ബ്ലോക്ക്, എഫിലാണ് അവസാനിക്കുന്നത് അത് എഫ് ബ്ലോക്ക്, എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഒന്ന് ബാക്ക് നോക്കട്ടെ. എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഒന്ന് ബാക്ക് നോക്കുക. ഈ എസ്സിൻ്റെ ബാക്കിൽ പി ആണെങ്കിൽ നോക്കിട്ടാ, എസ്സിൻ്റെ ബാക്കിൽ പി ആണെങ്കിൽ അത് എസ് ബ്ലോക്ക് ആവുള്ളൂ, എസ് ബ്ലോക്ക് ആവുള്ളൂ. എസ്സിൻ്റെ ബാക്കിൽ ഡി ആണെങ്കിൽ, എസ്സിൻ്റെ ബാക്കിൽ ഡി ആണെങ്കിൽ അത് ഡി ബ്ലോക്ക് ആട്ടോ. നോക്കിട്ടോ, ഒരു പണിയില്ല ചങ്ങായിമാരെ. നോക്കിട്ടോ, ഓക്കെ, പിയിൽ അവസാനിച്ച പി ബ്ലോക്ക്, എഫിൽ അവസാനിച്ച എഫ് ബ്ലോക്ക്, ഡിയിൽ അവസാനിച്ച ഡി ബ്ലോക്ക്, എസ്സിൽ അവസാനിച്ച മാത്രം ഒന്ന് ബാക്ക് നോക്കുക. അയ്യോടാ ബാക്ക് നോക്കുക, ബാക്ക് നോക്കുക. എസ്സിൻ്റെ ബാക്കിൽ പി ആണെങ്കിൽ അത് എസ് ബ്ലോക്ക് തന്നെ. എന്നാൽ എസ്സിൻ്റെ ബാക്കിൽ ഡി ആണെങ്കിൽ അത് ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാം. ഇനി നമുക്കൊന്ന് പീരിയഡ് കാണാൻ നോക്കട്ടെ. ഓക്കെ, അയ്യോ എന്ത് രസത് വായിക്കാൻ നോക്കിട്ടാ. ഇനി നമുക്ക് പീരിയഡ് കാണാൻ പോട്ടെ. പീരിയഡ് കാണാൻ അതിനേക്കാൾ സുഖമല്ല ചങ്ങായിമാരെ. നോക്കിട്ടാ, ഒരാൾ ഇലക്ട്രോൺ വിന്യാസം ഇതാണ് 1s2 2s2 2p6 3s1. നോക്കിട്ടാ, നിങ്ങൾ എൻ്റെ കുട്ടികളാണ്, നിങ്ങൾ നമ്മളെ കുട്ടികളാണ്. നോക്കിട്ടാ, പീരിയഡ് കാണാൻ പോകുമ്പോൾ ഷെല്ല് നോക്കുക. നോക്കിട്ടാ, ഇത് ഒന്നാമത്തെ ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്, 2p എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിലെ പി, രണ്ടാമത്തെ ഷെല്ല്. ഇത് 3s പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ല്. ആ ഷെല്ലിൽ വലിയ ഷെല്ല് ഏതാണോ അതാണ് പീരിയഡ്. ഓക്കെ, അപ്പോൾ 1 2 3 3 ഓക്കെ ശരി, 1 2 2 3. അപ്പോൾ പക്ഷേ ഇത് മൂന്നാമത്തെ പീരിയഡിലേക്കാണ്. മൂന്നാമത്തെ പീരിയഡിൽ നോക്കിട്ടോ, വേറെ 1s2 2s2 2p6 3s2 3p6 പക്ഷേ 4s2 3d8 നോക്കിട്ടോ. ഇവിടെ പക്ഷേ നോക്കിട്ടോ, ഇത് ഒന്നാമത്തെ ഷെൽ, രണ്ടാമത്തെ ഷെൽ, രണ്ടാമത്തെ ഷെൽ, മൂന്നാമത്തെ ഷെൽ, മൂന്നാമത്തെ ഷെൽ, മൂന്നാമത്തെ ഷെൽ, നാലാമത്തെ ഷെൽ. അപ്പോൾ വലിയ ഷെൽ ഏതാണ്? 4. അപ്പോൾ ഇതിൻ്റെ പീരിയഡ് എത്രയ്ക്കാണ്? 4. അപ്പോൾ പീരിയഡ് നോക്കുക ചങ്ങായിമാരെ. നോക്കിയിട്ട് വേറെ ക്വസ്റ്റ്യന് 4f3 5d1 6s2 നോക്കിയിട്ടാ, ഒരാളെ അവസാന ഇലക്ട്രോൺ വിന്യാസം ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 4ാമത്തെ ഷെൽ, 5ാമത്തെ ഷെൽ, 6ാമത്തെ ഷെൽ. ഏതാണ് ആ വലിയ ഷെല്ല് അതാണ് പീരിയഡ്. ഓക്കെ, അപ്പോൾ അത് 6ാമത്തെ പീരിയഡിലേക്കാണ്. ഏത് പീരിയഡിലേക്കാലും? 6ാമത്തെ പീരിയഡ്. അപ്പോൾ പീരിയഡ് കാണാൻ വലിയ പണിയൊന്നുമില്ല. ഇനി ഗ്രൂപ്പ് കാണാൻ ചെറിയൊരു പണിയുണ്ട്. ഗ്രൂപ്പ് കാണാൻ ആദ്യം ബ്ലോക്ക് കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ട് ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് കാണുന്നത് നമുക്ക് നോക്കാം. ആ എഴുതിയത് എന്താണെന്നൊക്കെ നമുക്കിപ്പോൾ നോക്കട്ടെ. നോക്കിയിട്ട് പക്ഷേ 3s2 3p5 ആണ് കുട്ടികൾ. 3s2 അയ്യോ ഇന്നലെ പി ബ്ലോക്ക് വേണ്ട. നോക്കിയിട്ടോ, 3p6 4s2 ആണ് കുട്ടികൾ. 4s2 ഇത് എസ് ബ്ലോക്കാണ്, മനസ്സിലായി? എസ് ബ്ലോക്ക് ഇതെങ്ങനെ എസ് ബ്ലോക്കാണ് മനസ്സിലായത് എങ്ങനെ? എസ്സിൻ്റെ ബാക്കിൽ പി ആണ്, എസ്സിൻ്റെ ബാക്കിൽ ഡി ആണെങ്കിൽ അത് ഡി ബ്ലോക്ക് ആട്ടോ, മറക്കരുത്. എസ്സിൻ്റെ ബാക്കിൽ പി ആണ്, അപ്പോൾ ഇത് ഏത് ബ്ലോക്കാണ്? എസ് ബ്ലോക്കാണ്. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് കാണാനുള്ള ഐഡിയ
എസ്സിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക, അതാണ് ഗ്രൂപ്പ് എസ്സിൽ. അവസാനത്തെ എസ്സിൽ ഇട്ടോ, ഇതിൻ്റെ പുറത്തൊക്കെ ചിലപ്പോൾ കുറേ എസ് ഉണ്ടാവും, അത് നോക്കരുത്. അവസാനത്തെ എസ്സിൽ എത്ര ഇലക്ട്രോൺ നോക്കുക, 2. അപ്പോൾ ഇത് രണ്ടാം ഗ്രൂപ്പിലാണ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ഓക്കെ, രണ്ടാം ഗ്രൂപ്പിലാണ്. ഓക്കെ, പക്ഷേ നോക്കിയിട്ട് ഒന്നും കൂടി അറിയാം, 2p6 3s1. ഓക്കെ, ഇത് എസ് ബ്ലോക്കാണ്. എങ്ങനെ എസ് ബ്ലോക്കാണ് മനസ്സിലായി? എസിൻ്റെ ബാക്കിൽ പി ആണ്. എസിൻ്റെ ബാക്കിൽ പി ആണെങ്കിൽ എസ് ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് കാണാൻ എസ്സിൽ എത്ര ഇലക്ട്രോൺ നോക്കുക, 1. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് എത്രയ്ക്കാരം 1. അപ്പോൾ അതാണ് എഴുതി വെച്ചത്. എസ് ബ്ലോക്ക് ആണെങ്കിൽ എസ്സിൽ ഇലക്ട്രോൺ മാത്രം നോക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ഗ്രൂപ്പ് കാണാൻ ഐഡിയ. ഇനി നോക്കിയിട്ട് ഇത് പി ബ്ലോക്കാണ്. പി ബ്ലോക്ക് ആണെങ്കിൽ മക്കളെ സിമ്പിൾ അല്ലേ? പിയിൽ എത്ര ഇലക്ട്രോൺ നോക്കുക, 5. അതായത് അവസാനത്തെ പിയിൽ എത്ര ഇലക്ട്രോൺ നോക്കുക, 5. അതിലേക്ക് 12 കൂട്ടുക. എത്ര കൂട്ടുക, 12 കൂട്ടുക. 12 എന്താ അങ്ങനത്തെ ഒരു കണക്ക്? എന്തൊരു 12ൻ്റെ കണക്ക്? 12 കണക്ക് എന്ന് പറഞ്ഞാൽ ഈ പി ബ്ലോക്ക് തുടങ്ങേണ്ടത് 13ാമത്തെ ഗ്രൂപ്പ് തൊട്ടാണല്ലോ. 13ാമത്തെ ഗ്രൂപ്പിൻ്റെ ഇപ്പുറത്ത് 12 ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ 12 കൂട്ടുണ്ടിട്ട്. ഓക്കെ, അപ്പോൾ പി ഇലക്ട്രോൺ 12, 5ഉം 12, 17ാമത്തെ ഗ്രൂപ്പാടാ കുഞ്ഞുട്ടികളെ. ഇത് എത്രാമത്തെ ഗ്രൂപ്പാടാ? 17ാമത്തെ ഗ്രൂപ്പാടാ. നോക്കിട്ടോ, 2s2 2p1. ഇത് പി ബ്ലോക്കാണെന്ന് മനസ്സിലായില്ലേ? ഈ പി എന്തുകൊണ്ടാണ് പി ബ്ലോക്ക് ആയത് ചങ്ങായിമാരെ? പിയിലാണ് അവസാനിച്ചത്, അപ്പോൾ പി ബ്ലോക്കാണ്. പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് കാണാനുള്ള ഐഡിയ, പിയുടെ ഇലക്ട്രോണോടുകൂടെ 12 കൂട്ടുക. എത്ര കൂട്ടുക? 12 കൂട്ടുക. അപ്പോൾ പിയുടെ ഇലക്ട്രോണോട് കൂടെ 12 കൂട്ടുക, പക്ഷേ 13ാം ഗ്രൂപ്പ്. അപ്പോൾ പി ബ്ലോക്ക് ആണെങ്കിൽ പിയുടെ ഇലക്ട്രോണോട് കൂടെ 12 കൂട്ടുക. ഇനി ഡി ബ്ലോക്ക് ആണെങ്കിൽ നോക്കിട്ടോ, 4s2 3d8. ഏതോ ഒരു ഡി ബ്ലോക്കിന് ഇലക്ട്രോൺ വിന്യാസം എഴുതിയ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ, ഇങ്ങനെ എഴുതുക. സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരെ എഴുതട്ടോ. സ്റ്റാൻഡേർഡ് ഉള്ളവർ ശരിക്കും എങ്ങനെ എഴുതറിയ നിങ്ങൾക്ക് 3d8 4s2 എന്ന് എഴുതട്ടോ. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും മനസ്സിലാക്കാം ഇത് ഡി ബ്ലോക്കാണ്. എസിൻ്റെ ബാക്കിൽ ഡി ആണ്, ഡി ബ്ലോക്കാണ്. ഡി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കാണാൻ ഈ ഡിയിലെ ഇലക്ട്രോണോട് കൂടെ എസ്സിലെ ഇലക്ട്രോണെ കൂട്ടുക. ഡിയിലെ ഇലക്ട്രോണോട് കൂടെ എന്ത് കൂട്ടുക? എസ്സിലെ ഇലക്ട്രോൺ കൂട്ടുക. ഡിയിലെ ഇലക്ട്രോൺ കൂടെ എസ്സിൽ, അതാ നമ്മൾ എഴുതി വെച്ചിട്ട് നോക്കിട്ടാ, ഡിയിലെ ഇലക്ട്രോൺ എസ്സിലെ ഇലക്ട്രോൺ കൂട്ടുക. അപ്പോൾ പക്ഷേ 8 2 കൂട്ടി എത്ര? 10ാമത്തെ ഗ്രൂപ്പ്. നോക്കിട്ടാ, നിങ്ങൾ എൻ്റെ മുത്തുമണികളല്ല മക്കളെ. നോക്കിട്ടാ, 3d7 4s2. നോക്കിട്ടാ, എങ്ങനെ ഗ്രൂപ്പ് കാണാം? ഈ 7ക്ക് ചെങ്ങായിമാർ 2 കൂട്ടുക. അപ്പോൾ ഗ്രൂപ്പ് എത്രയാണ് പറയും? പക്ഷേ 9ാം ഗ്രൂപ്പ്. നോക്കിട്ടാ, 3d5 4s1. എങ്ങനെ ഗ്രൂപ്പ് കാണാം? ഈ 5ക്ക് പക്ഷേ 1 കൂട്ടുക. എത്ര? പക്ഷേ 6ാം ഗ്രൂപ്പ്. അപ്പോൾ ഡി ബ്ലോക്ക് ആണ് ഈ ഗ്രൂപ്പ് കാണാം. ഡിയിലെ ഇലക്ട്രോൺ എസ്സിൽ കൂട്ടുക. എൻ്റെ മക്കളെ മുനീറെ പെണ്ണെടുക്ക്. നോക്കിട്ടാ, എസ് ബ്ലോക്ക് ആണെങ്കിൽ എസ് ഇലക്ട്രോൺ മാത്രം. നോക്കിട്ടാ, പി ബ്ലോക്ക് ആണെങ്കിൽ പി ഇലക്ട്രോണോട് 12 കൂട്ടുക. ഡി ബ്ലോക്ക് ആണെങ്കിൽ ഡി ഇലക്ട്രോണോട് എന്ത് കൂട്ടുക? എസ് ഇലക്ട്രോൺ കൂട്ടുക. അപ്പോൾ പക്ഷേ എഫ് ബ്ലോക്ക് ആണെങ്കിലോ? എഫ് ബ്ലോക്ക് ആണെങ്കിൽ എല്ലാ എഫ് ബ്ലോക്കേരും 3ാം ഗ്രൂപ്പിലാണ് വരിക കേട്ടോ. ഏത് ഗ്രൂപ്പിലാണ് വരിക? 3ാം ഗ്രൂപ്പ്. അത് നമുക്ക് 10ാം ക്ലാസ് വലിയ സംഭവം ചോദിക്കൂല, നമുക്ക് +1 എത്തുമ്പോൾ കാച്ചി കൊടുത്തോണ്ടി. എഫ് ബ്ലോക്ക് ആണെങ്കിൽ 3ാം ഗ്രൂപ്പ് ഇട്ടാ. ഓക്കെ, അപ്പം മക്കളെ പെണ്ണെടുത്ത് എഴുതിയോ? ആ സാറിന് എഴുതി വെച്ചാണ് ഇട്ടാ. ഓക്കെ, ഞാൻ 2-3 ചോദ്യം തരാം. നോക്കിട്ടാ, നിങ്ങൾ എൻ്റെ കുട്ടികളായതുകൊണ്ടൊക്കെ പറഞ്ഞിട്ടാ. പക്ഷേ 3p6 4s1. ഓക്കെ, ഓക്കെ, 3s2 3p4. ഓക്കെ, സി പക്ഷേ 3d8 4s2. നോക്കിട്ടാ, ഡി 7s2. ഞാൻ സ്റ്റാൻഡേർഡ് ഇല്ലാതെ ഇതുണ്ട് കേട്ടോ. 7s2 6d1 5f7. ഓക്കെ ആണ് കുട്ടികൾ. പക്ഷേ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ബ്ലോക്ക് കാണാൻ പോവാം. ബ്ലോക്ക് കാണൽ എങ്ങനെ? എവിടെയാണോ അവസാനിച്ചത് അതാണ് ബ്ലോക്ക്. അപ്പോൾ ഇത് എസ്സിലാണ് അവസാനിച്ചത്. എസ്സിൻ്റെ ബാക്കിൽ പി ആണെങ്കിൽ ഉറപ്പിച്ചോളി അവസാന ഇലക്ട്രോൺ വന്നുകൊണ്ട് എസ്സിലാണ്. അപ്പോൾ ഇത് എസ് ബ്ലോക്ക്, ഇത് പി ബ്ലോക്ക്. എങ്ങനെ? പിയിലാണ് അവസാനിച്ചത്, അപ്പോൾ പി ബ്ലോക്ക്. ഇത് പക്ഷേ എസ് ആണെങ്കിലും എസ്സിൻ്റെ ബാക്കിൽ ഡി ആണ്. എസ്സിൻ്റെ ബാക്കിൽ ഡി ആണെങ്കിൽ ഇത് ഏതാ ബ്ലോക്ക്? ഏതാ ബ്ലോക്കേടാ? ഡി ബ്ലോക്ക്. ഓക്കെ, ഇത് പക്ഷേ എഫ് ബ്ലോക്ക്. എഫിലാണ് അവസാന ഇലക്ട്രോൺ വന്നിട്ട് എഫ് ബ്ലോക്ക്. ഇത് സ്റ്റാൻഡേർഡ് ഇല്ലാത്തവർ ഇങ്ങനെ ഇതട്ടോ പോട്ടെ. ഇനി പക്ഷേ പീരിയഡ് കാണാൻ പോവാണ് കേട്ടോ. ഏത് കാണാൻ പോവാണ്?
പീരിയഡ് കാണാൻ സിമ്പിൾ അല്ല ചെങ്ങായിമാരെ. നോക്കിട്ടാ, വലിയ ഇത് 3 ഇത് 4, വലിയ ഷെല്ല് ഏതാ 4 എങ്കിൽ ഇത് 4ാമത്തെ പീരിയഡ്. ഓക്കെ, 4ാമത്തെ പീരിയഡ്. ഇത് പക്ഷേ 3 അതിൽ വലുതാരെ നോക്കുക, 3 3 ഒക്കെ ഒന്നാണല്ലോ പക്ഷേ. അപ്പം 3ാമത്തെ പീരിയഡ്. ഇത് പക്ഷേ 3 4 വലിയത് ഏതാ നോക്കുക, അപ്പം 4ാമത്തെ പീരിയഡ്. ഓക്കെ, ഇതിൽ 7 6 5. ഓക്കെ, 5 ഏതാ പക്ഷേ വലിയത് ഏതാ 7. അപ്പം ഇത് 7ാമത്തെ പീരിയഡ്. ഓക്കെ, 7ാമത്തെ പീരിയഡ്, അവസാനത്തെ പീരിയഡ്. 7 പീരിയഡാണ് ഉള്ളത് കേട്ടോ, 7ാമത്തെ പീരിയഡ്. ഓക്കെ, ഇനി പക്ഷേ ഗ്രൂപ്പ് കാണാൻ പോവാം. നോക്കിയിട്ട് ഇതൊക്കെ ചെയ്തു വെക്കണട്ടാ. ഗ്രൂപ്പ് കാണാൻ ഒരു പണിയില്ല ചെങ്ങായിമാരെ. എസ് ബ്ലോക്ക് ആണ് ഈ ഗ്രൂപ്പ് കാണാൻ. എസ്സിൽ എത്ര ഇലക്ട്രോൺ നോക്കും 1. അപ്പോൾ ഇത് 1ാം ഗ്രൂപ്പ്, ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലി മെറ്റൽസ്. ഓക്കെ, ഇത് പക്ഷേ പി ബ്ലോക്കാണ്. പിയിൽ 4 ഇലക്ട്രോൺ. അപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുന്നത്, പി ബ്ലോക്കാണ് എന്താ ചെയ്യുക, പിയിലെ ഇലക്ട്രോണോട് കൂടെ 12 കൂട്ടുക. ഓക്കെ, പിയിലെ ഇലക്ട്രോണോട് 12 കൂട്ടുക. അപ്പോൾ എത്ര പക്ഷേ 4ക്ക് 12 കൂട്ടിയാൽ 16ാം ഗ്രൂപ്പ്. ഓക്കെ, 16ാം ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി. ഓക്കെ, അടുത്ത പക്ഷേ ഇത് ഡി ബ്ലോക്കാണ്. എന്താ ചെയ്യുക, ഡിയിലെ ഇലക്ട്രോണോട് കൂടെ എസ്ത്തെ ഇലക്ട്രോണോടും കൂട്ടുക. ഡിയിലെ ഇലക്ട്രോണോട് കൂടെ എസ്ത്തെ ഇലക്ട്രോൺ കൂട്ടുക. അപ്പോൾ ചില ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞുതരും, ഡിയിലെ ഇലക്ട്രോണോട് കൂടെ എസ്സിലെ ഇലക്ട്രോൺ എപ്പോഴും 2 കൂട്ടിയാൽ പോരട്ടോ. എസ്സിൽ ചിലപ്പോൾ 1 ഉണ്ടാവലുണ്ട്, അതായത് ക്രോമിയം കോപ്പറിലും ഇട്ടോ. ഓക്കെ, അപ്പോൾ എസ് 8 2 കൂട്ടിയാൽ മാഷേ 10, ഗ്രൂപ്പ് 10. ഇത് മാഷേ ഇത് എഫ് ബ്ലോക്കാണ്. ഈ കണ്ണ് ചിമ്പണം മുനീറേ, കണ്ണ് ചിമ്പ്. എഫ് ബ്ലോക്കാണ്, പിന്നെ ഒന്നും നോക്കണ്ട. ആ ഗ്രൂപ്പ് എത്രയാ മാഷേ 3. എഫ് ബ്ലോക്കാണ്. ഈ ഗ്രൂപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യത, ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പീരിയഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ് കാണാൻ പഠിച്ചില്ലേ, സെറ്റ്. അപ്പോൾ മക്കളെ നീ നേരെ ഓപ്പോസിറ്റ് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം ഒന്നും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നും പീരിയഡും ഗ്രൂപ്പും ബ്ലോക്കും കണ്ടുപിടിച്ചല്ലോ. ഇനി പീരിയഡും ഗ്രൂപ്പും തരും, നേരെ ഓപ്പോസിറ്റ് ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ സിമ്പിളല്ലേ. എങ്ങൾക്ക് കിട്ടൂടാ. നോക്കാം നമുക്ക്. ആദ്യം ഒരാളെ പീരിയഡ്, ഞാൻ പി എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം പീരിയഡ് കേട്ടോ, എഴുതാനുള്ള മടികൊണ്ടാണ്. ഒരാളെ പീരിയഡ് 4, ഒരാളെ ഗ്രൂപ്പ് 17 ആണ് കൂട്ടിയിട്ട്. ഒരാളെ പീരിയഡ് 4 ഗ്രൂപ്പ് 17. ഇങ്ങനെ ഒരാളെ പീരിയഡ് 4 ഗ്രൂപ്പ് അങ്ങനെ ഒന്നല്ല. ഇങ്ങനെ നമുക്ക് എക്സാം ചോദിക്കുക ഇങ്ങനെയൊക്കെയല്ല. 4ാം പീരിയഡിൽ സ്ഥിതി ചെയ്യുന്ന 17ാം ഗ്രൂപ്പിൽ. അപ്പോൾ മനസ്സിലാക്കണം പീരിയഡ് 4ആണ് ഗ്രൂപ്പ്. സാഹിത്യ പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യനേക്കാലോ ഒന്ന് വായിച്ചു നോക്കാനുള്ള ക്ഷമ വേണട്ടാ എന്നൊക്കെട്ടാ. അപ്പോൾ പീരിയഡ് 4 ഗ്രൂപ്പ് 17. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോകും. സിമ്പിളല്ലേ നോക്കിട്ടെ. പീരിയഡ് ആദ്യം നോക്കേണ്ടത് പീരിയഡ് മക്കാട്ടോ. പീരിയഡ് 4 ആണെങ്കിൽ വലിയ ഷെല്ല് 4. അതിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് വലിയ ഷെല്ലാണ് പീരിയഡ് 4 ആണെങ്കിൽ വലിയ ഷെല്ല് എന്തായിരിക്കും 4 ആയിരിക്കും. അപ്പോൾ 4 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ 4 എന്ന് എഴുതി. എങ്ങനെ പീരിയഡ് 4 ആകുമ്പോൾ വലിയ ഷെല്ല് 4. ഇനി ഗ്രൂപ്പ് 17 ആട്ടോ. ഗ്രൂപ്പ് 17 ആകുമ്പോൾ ഓരോ ഗ്രൂപ്പിലും അവസാനിക്കുന്ന ഇന്നത് എന്നുണ്ട്. അതായത് 1ാം ഗ്രൂപ്പിൻ്റെ അവസാനിക്കുക S1, 2ാം ഗ്രൂപ്പിൻ്റെ അവസാനിക്കുക S2. ഓക്കെ, S2 നോക്കിയിട്ട് 1ാം ഗ്രൂപ്പ് 2ാം ഗ്രൂപ്പ് എസ് ബ്ലോക്ക് അല്ലേ. അപ്പോൾ നോക്കി 1ാം ഗ്രൂപ്പിൻ്റെ അവസാനിക്കുക S1, 2ാം ഗ്രൂപ്പിൻ്റെ അവസാനിക്കുക S2. ഓക്കെ, ഇനി 3 മുതൽ ഡി ബ്ലോക്ക് തുടങ്ങും. 3ാം ഗ്രൂപ്പിൻ്റെ അവസാനിക്കുക D1, 4ാം ഗ്രൂപ്പ് D2, 5 D3, 6 D4 ഉണ്ടാവില്ല കേട്ടോ. D4ഉം D9ഉം ഉണ്ടാവില്ല. D4 ആണെങ്കിൽ അത് D5 ആവും. ചാടും. അതേപോലെ സ്ഥിരത കിട്ടാൻ വേണ്ടി സ്റ്റെബിലിറ്റി ചാടും. അതേപോലെ D5 D6 D7 ഇങ്ങനെ പോയി D8 D9 ഉണ്ടാവില്ല, D10 ആവും. പിന്നെ D10. അത് നോക്കിയിട്ട് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഒന്ന് നോക്കുക. 3ാമത്തെ ഗ്രൂപ്പ് D1, 4 D2, അത് 12ാമത്തെ ഗ്രൂപ്പിന് അവസാനിക്കുക പക്ഷേ D10. ഇനി 13ാമത്തെ ഗ്രൂപ്പ് തൊട്ടാണ് പി ബ്ലോക്ക് തുടങ്ങുക. പി ബ്ലോക്ക് തുടങ്ങുക. 13ാമത്തെ ഗ്രൂപ്പിൻ്റെ P1, 14 P2, 15 P3, 16 P4, 17 P5, 18 P6. ഓരോ ഗ്രൂപ്പിൻ്റെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതിനി അന്തമുള്ള കുട്ടികൾക്ക് ശരിക്കും ഇത് കാണാപ്പാടം പഠിക്കണ്ട. നമ്മൾ ഇത്ര ഉള്ളൂ. ഓക്കെ, 1ാം ഗ്രൂപ്പിൻ്റെ S1 നിങ്ങൾ 3 ഗ്രൂപ്പിൻ്റെ പഠിച്ചാൽ മതി. 1ാം ഗ്രൂപ്പിൻ്റെ S1, അപ്പോൾ 2ാം ഗ്രൂപ്പിന് എന്തായിരിക്കും S2. ഓക്കെ, അത് മതി. അത് കഴിഞ്ഞു. ഇനി 3 മുതൽ ഡി ബ്ലോക്ക് തുടങ്ങും. ഡി ബ്ലോക്ക് 3ാം ഗ്രൂപ്പിൻ്റെ D1. ഓക്കെ, പിന്നെ പാടാം 4 D2, 5 D3, 6 D4 ഉണ്ടാവില്ല, D5, 7 D5, 8 D6 അങ്ങനെ ഓതുക. ഓക്കെ ആണല്ലോ. ഇനി 13 മുതൽ പി ബ്ലോക്ക് കൊടുക്കുക. 13 P1 അത് മാത്രം പഠിച്ചാൽ നിങ്ങൾ പറയാം. 13 P1 പിന്നെ എക്സാം ആണെന്നാണ് ഓതുക. ഓക്കെ, 13 P1, 14 P2, 15 P3, 16 P4, 17 P5, 18 P6. ഓക്കെ, അപ്പോൾ ഇത് 17ാം ഗ്രൂപ്പാണ്. അവസാനിക്കുക P5. ഓക്കെ, P5. ഓക്കെ, എങ്ങനെ ഈ 4 കിട്ടിയത് എങ്ങനെ പീരിയഡ് 4 ആയതുകൊണ്ട് 4 വലിയ ഷെല്ല് 4.
എങ്ങനെ P5 കിട്ടിയത് എങ്ങനെ 17ാം ഗ്രൂപ്പിൻ്റെ അവസാനിക്കുക എവിടെയാണ് P5. അപ്പോൾ ഇത് ഉത്തരമല്ല കേട്ടോ, ഉത്തരമായിട്ടില്ല. നമ്മൾ തലക്കുന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക 4p5 ആകുമ്പോൾ നിൽക്കുക നോക്കിട്ടോ 1s2 2s2 2p6 3s2 3p6 4s2 3d10 4p5. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് ഇതിനൊക്കെ എത്രമായി ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. ഇത് മൊത്തം ഇങ്ങനെ ഇതാണ് ഇലക്ട്രോൺ. ഇതിങ്ങനെ മൊത്തം കൂട്ടുക 2 2 4 4 6 12 10 12 18 28 30 35 മൊത്തം 35 ഇലക്ട്രോൺ ഉണ്ട് എങ്കിൽ ഇതിൻ്റെ അറ്റോമിക് നമ്പർ 35 ആയിരിക്കും. അറ്റോമിക് നമ്പർ 35. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും ഇതിലെത്ര പി ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ പീത്തെ ഇലക്ട്രോൺ മൊത്തം 6 6 5 മൊത്തം കൂട്ടുക 6 6 12 5 17. ഓക്കെ, എത്ര എസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 2 2 2 പിന്നെ ഇവിടെ 2. ഓക്കെ, 8 എസ് ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ. കട്ടപ്പ ഒന്നും കൂടിയും പറയാം. നമ്മളോടാ കളി നോക്കിട്ടോ. ഒരാളെ പീരിയഡ് 3, ഒരാളെ ഗ്രൂപ്പ് 2. എഴുതടാ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയഡ് 3 ആകുമ്പോൾ 3 എന്ന് എഴുതാം. 2ാം ഗ്രൂപ്പ് ആകുമ്പോൾ അവസാനിക്കുന്ന ഇവിടെ 1ാം ഗ്രൂപ്പ് S1, 2ാം ഗ്രൂപ്പ് S2. അപ്പോൾ 3s2 അവസാനിക്കുക. അത് ഉത്തരമല്ല കേട്ടോ, അത് ഉത്തരത്തിലേക്കുള്ള വഴി. ഓക്കെ, ഇനി തൽക്കുന്ന എഴുതാ 1s2 2s2 2p6 3s2 എത്തുമ്പോൾ നിർത്തുക. ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയ്ക്കാണ് മൊത്തം കൂട്ടി നോക്കടാ 12. ഓക്കെ, ഇനി ഒരാളെ പീരിയഡ് 4, ഒരാളെ പീരിയഡ് 3, ഗ്രൂപ്പ് 14. നമുക്ക് നോക്കാം കേട്ടോ. പീരിയഡ് 3 എന്ന് എഴുതിയാൽ 3 എന്ന് എഴുതുക. ഓക്കെ, വലിയ ഷെല്ല് 3 ആയിരിക്കും, 3 എന്ന് എഴുതുക. ഗ്രൂപ്പ് 14 ആണെങ്കിൽ 13ാം ഗ്രൂപ്പിൻ്റെ അവസാനിക്കുക P1, 14ാം ഗ്രൂപ്പിൻ്റെ അവസാനിക്കുക P2 എന്ന് എഴുതുക. P2. ഓക്കെ, ഇനി തൽക്കുന്ന എഴുതുക 1s2 2s2 2p6 3s2 3p2. ഓക്കെ, 3p2 ആകുമ്പോൾ നിർത്തുക. ഓക്കെ, ഇനി ഇതിലൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നോക്കിയിട്ടാ, ഈ വർഷം നമ്മൾ വെറൈറ്റികളെ പഠിക്കുക. ഓക്കെ ഉള്ളോ, വെറൈറ്റികളാണ് ചോദിക്കുക. ഇതിൽ വെറൈറ്റി എങ്ങനെ ചോദിക്കുക. ഒരാൾ പീരിയഡ് 4, ഗ്രൂപ്പ് 4. ഒരാൾ പീരിയഡ് 4, ഗ്രൂപ്പ് 4. ഇത് ഈ ഗ്രൂപ്പ് 4 എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്കാണ്. ഡാഡി മമ്മി വീട്ടിലില്ല, ഡി ബ്ലോക്കാണ്. അപ്പോൾ ഡി ബ്ലോക്ക് ആണെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഡി ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് എന്താ നോക്കട്ടെ. ഓക്കെ, ഡി ബ്ലോക്ക് ആണെങ്കിൽ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഡി ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് 3ാം ഗ്രൂപ്പിൻ്റെ അവസാനിക്കുക D1, 4ാം ഗ്രൂപ്പിൻ്റെ അവസാനിക്കുക D2 ആണ് നമുക്കറിയാം. ഓക്കെ, D2. ഇനി ചില കുഞ്ഞുട്ടികൾ എന്തെങ്കിലും ഇത് പറയാം, നിങ്ങൾക്ക് പീരിയഡ് 4 ആയതുകൊണ്ട് 4D2 എന്ന് എഴുതും. ഓക്കെ, 4D2. തെറ്റ് ചെയ്തവൻ്റെ തലയല്ല കയ്യാണ് വെട്ടേണ്ടത്. ഓക്കെ, എന്താ തെറ്റെന്താ പറയുക നിങ്ങൾക്ക്, നമുക്ക് പഠിച്ചിട്ടുണ്ട് ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ, ഡി ബ്ലോക്ക് എലമെൻസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വരിക ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ല, പിന്നെ എവിടെയാണ് പെനാൾട്ടിമേറ്റ് ഷെല്ലിൽ. ഓക്കെ, ഡി ബ്ലോക്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വരിക ഏറ്റവും ബാഹ്യതമ ഷെല്ല് ഔട്ടർ മോസ്റ്റ് ഷെല്ലല്ല, അതിന് തൊട്ട് ഉള്ളിലത്തെ ഷെല്ലാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ, അതായത് ഡി ബ്ലോക്കിൽ N ഷെല്ലുണ്ടെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വരിക N-1ലാണ്. അതായത് എത്രയാണോ ഷെല്ലുള്ളത് അതിനേക്കാളൊന്ന് കുറവുള്ള ഡി സബ് ഷെല്ലാണ് ഇലക്ട്രോൺ വരിക. നമ്മൾ ഡി ബ്ലോക്കിൻ്റെ പ്രത്യേകത ആയിട്ട് പഠിച്ചിട്ടില്ല ചങ്ങായിമാരെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പക്ഷേ 4 പീരിയഡ് ഉണ്ടെങ്കിൽ 4D2 അവസാന ഇലക്ട്രോൺ വരിക. പിന്നെ ഇവിടെ 3D2 എവിടെ വരിക 3D2. എങ്ങനെ 3 കിട്ടിയത്? പക്ഷേ 4ആണ് പീരിയഡ് എങ്കിൽ ഡി ബ്ലോക്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വരിക ഔട്ടർ മോസ്റ്റ് ഷെല്ലായി 4ലല്ല, അതിന് ഉള്ളിലത്തെ ഷെല്ലായി 3ലാണ്. അപ്പോൾ 3D2. ഓക്കെ, ഇനി തൽക്കുന്ന ഇലക്ട്രോൺ വിന്യാസം ചെയ്താ 1s2 2s2 2p6 3s2 3p6. ഇനി അടുത്ത് തെറ്റുന്ന എന്താ അറിയോ, 4s ഇല്ലാതെ 3Dക്ക് പോകരുത്. 4s ഇല്ലാതെ 3Dക്ക് പോകരുത്. 4s2 3D2. ഓക്കെ, ഇപ്പോഴല്ലേ നിങ്ങൾ നോക്കി ഇതിൻ്റെ പീരിയഡ് എത്ര, പീരിയഡ് 4. ഓക്കെ, ഇതിൻ്റെ ഗ്രൂപ്പ് എത്ര, ഗ്രൂപ്പ് കാണാൻ ഡി ഇലക്ട്രോൺ എസ് ഇലക്ട്രോൺ കൂട്ടുക 2 2 എത്ര 4. കട്ടപ്പോൾ ഒന്നും കൂടിയും പറയാം കേട്ടോ. ഓക്കെ, ഒന്നും കൂടിയും പറയാം. നിങ്ങൾ വേറെ ലെവലാട്ടോ, നിങ്ങൾ ഭയങ്കര ഉഷാറാണല്ലോ. നോക്കിട്ടോ, ഒരാളെ പീരിയഡ് 4, ഒരാളെ ഗ്രൂപ്പ് 8 ആണ് കൂട്ടിയത്, ഗ്രൂപ്പ് 8. ഓക്കെ, തൽക്കാലം
പീരിയഡ് 4 ആകുമ്പോൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്തു 4 ആകുമ്പോൾ 4 എന്നല്ല ഇത് ഡി ബ്ലോക്കാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 4 അല്ല എഴുതേണ്ടത് 3 എഴുതേണ്ടത്. ഓക്കെ, കാരണം അവസാനം ഇലക്ട്രോൺ വന്നു വെച്ചാൽ ബാഹ്യത മെഷീൻ്റെ ഉള്ളിലത്തെ ഷെല്ലാണ്, പെനാൾട്ടിമേറ്റ് ഷെല്ലാണ്. ഇനി ഗ്രൂപ്പ് 8 ആകുമ്പോൾ 3-ാം ഗ്രൂപ്പ് D1, 4 D2, 5 D3, 6 D4, 7 D5, 8 D6. ഓക്കെ, അപ്പോൾ D6, അപ്പോൾ 3D6 തൽക്കുന്ന ചെയ്താ 1s2 2s2 2p6 3s2 3p6 4s2 3d6. 4s ചെയ്താൽ 3dക്ക് പോരുത് കേട്ടോ. ഇത് അറ്റോമിക് നമ്പറൊക്കെ കൂട്ടാനൊക്കെ ചോദിക്കും. അറ്റോമിക് നമ്പർ കൂട്ടിയാൽ നമുക്ക് 26 എന്ന് കിട്ടും. ഓക്കെ ഉള്ളോ? അപ്പോൾ നമുക്ക് പൊളിയല്ലേ? അപ്പോൾ എന്തെങ്കിലും ഇനി പുതിയ ഏതെങ്കിലും ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ടൈപ്പ് ചെയ്തോളി. നമുക്ക് ഈ ക്ലാസ് ഇന്നത്തോടെ നിർത്താം. ഓക്കെ.